യമാലിനെയും എംബാപ്പേനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ താഴെ കമന്റ് ബോക്സിൽ എന്തൊക്കെയോ വന്ന് വിളിച്ചു പറയുന്നത്, എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു പിടുത്തവുമില്ല. അതായത് 18 വയസ്സാണ് യമാലിനുള്ളത്. ഈ 18 വയസ്സുള്ള യമാലിനെ 27 വയസ്സുള്ള എംബാപ്പയായിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുക? പറ്റത്തില്ല. 18 വയസ്സിൽ യമാൽ എന്ത് ചെയ്തിരുന്നു, അതും എംബാപ്പെ 18 വയസ്സിൽ എന്ത് ചെയ്തിരുന്നു, ഇത് രണ്ടുപേരും കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 18 വയസ്സിലെ യമാലിന്റെയും എംബാപ്പയുടെയും ആ ഒരു പെർഫോമൻസ് ആണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കമ്പയർ ചെയ്തിട്ടുള്ളത്. 18 വയസ്സിൽ യമാലിന്റെ പ്രായം 18 വയസ്സ് 160 സംതിങ് ദിവസവും. അപ്പൊ ഈ ഒരു പ്രായത്തിൽ 89 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് യമാൽ നൽകിയിട്ടുള്ളത്. മെസ്സി, നെയ്മർ, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ് ഇവർക്കൊന്നും ഈ ഒരു യമാലിന്റെ ഈ ഒരു പ്രായത്തിൽ 89 ഗോൾ കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പോയി സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുക. പിന്നെ സ്റ്റാറ്റ്സ് കേൾക്കുമ്പോൾ ചിലർക്ക് ചൊറിച്ചിലാണ്. അത് പണ്ടേ അങ്ങനെയാണ്. സ്റ്റാറ്റ്സ് കേൾക്കുമ്പോൾ ചൊറിച്ചിൽ അത് നോർമലാണ്. ആകെ അറിയാവുന്നത് ഗോളിന്റെ എണ്ണം മാത്രം നോക്കുക. ഏറ്റവും കൂടുതൽ ഗോൾ ഉണ്ടോ, ബെസ്റ്റ് പ്ലെയർ എന്ന രീതിയിൽ തിങ്ക് ചെയ്യണവരാണ് നിങ്ങൾ. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ അസിസ്റ്റിന്റെ കാര്യമൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. സ്റ്റാറ്റ്സ് ആണ് പറയുന്നത്. സ്റ്റാറ്റ്സ് പറയുമ്പോൾ പൊള്ളും, സാധാരണയാണ്, നോർമലാണ് പൊള്ളുന്നത്. അതിനാണ് ഞാൻ കമന്റ് തുറന്നു വെച്ചിട്ടുള്ളത്. പക്ഷെ കുറച്ചെങ്കിലും ബോധം വേണം അവിടെ. 18 വയസ്സുള്ള ഒരു പ്ലെയറെ 18 വയസ്സിലെ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 27 വയസ്സാകട്ടെ, യമാലിന് 27 വയസ്സാകുമ്പോൾ ഞാൻ തന്നെ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം യമാലിന്റെ 27 വയസ്സിലെയും എംബാപ്പയുടെ 27 വയസ്സിലെയും പെർഫോമൻസ്.